GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. പരിസ്ഥിതി ആരോഗ്യ സുരക്ഷാ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന 5 വർഷത്തെ പദ്ധതി പ്രഖ്യാപിച്ച് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. എമിറേറ്റിൽ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളിലും സേവനങ്ങളിലും ജീവനക്കാരുടെ തൊഴിൽപരമായ ആരോഗ്യവും സുരക്ഷയും ഉറപ്പു നൽകുന്നതിന് അന്തർദേശീയ നിലവാരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനിടെ 133 പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കും. RTOയുടെ പ്രവർത്തനങ്ങളിൽ ഉടനീളം HSE മാനദണ്ഡങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷനുകൾ, 4ാം വ്യവസായ വിപ്ലവ സാങ്കേതിക വിദ്യകളുടെ സംയോജനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുക. എല്ലാ രംഗത്തും ഉയർന്ന സുരക്ഷാ നിലവാരം കൈവരിക്കുകയും നിലനിർത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. എമിറേറ്റിൽ പുതിയ ഒരു മേൽപ്പാലം കൂടി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. അൽഖാമില ഹെസ സ്ട്രീറ്റുകൾക്കിടയിലുള്ള അൽഖൈൽ റോഡിലാണ് പുതിയ പാലത്തിൻ്റെ പണി പൂർത്തിയായതെന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി വ്യക്തമാക്കി. 700 മീറ്റർ നീളത്തിൽ 2 വരിയുള്ള പാലത്തിലൂടെ മണിക്കൂറിൽ 3000 വാഹനങ്ങൾക്ക് കടന്നു പോകാനാകും. പദ്ധതിയുടെ ഭാഗമായി 900 മീറ്റർ നീളത്തിലുള്ള ഉപരിതല റോഡിൻ്റെ പണിയും പൂർത്തീകരിച്ചു. ദേര ഭാഗങ്ങളിലേക്കുള്ള ജുമൈറ വില്ലേജ് സർക്കിൾ മുതൽ അൽഖൈൽ റോഡ് വരെ ഗതാഗതം കൂടുതൽ സുഗമമാക്കി റെസിഡൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഏരിയകളെ ബന്ധിപ്പിച്ച് ഗതാഗതം കൂടുതൽ കാര്യക്ഷമത കൈവരിക്കുകയാണ് ലക്ഷ്യമെന്നും RTA വ്യക്തമാക്കി. ഒമാനിൽ ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി കനത്ത മഴ തുടരുന്നു. കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ കോരിച്ചൊരിയുന്നത്. വിവിധ വിലായത്തുകളിൽ വാദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇവ മുറിച്ചു കടക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച രാത്രിയോടെ ആരംഭിച്ച മഴ ചൊവ്വാഴ്ചയും തുടരുകയാണ്. വാദികളിൽ വാഹനങ്ങൾ കുത്തിയൊലിച്ചു പോവുകയും ചെയ്തു. ഇതിൻ്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും പങ്കുവച്ചിട്ടുണ്ട്. ദാഖിലിയ, വടക്കൻ ഷർഖിയ, ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലും മസ്കറ്റ് ഗവർണറേറ്റിൻ്റെ തെക്കൻ ഭാഗങ്ങളിലുമാണ് മഴ കനത്തത്. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഈ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നലെ അവധി നൽകിയിരുന്നു. ചില ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റുകയും ചെയ്തു. ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗത തടസ്സവും നേരിട്ടു. അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി.